നമസ്കാരം. അമേരിക്കൻ ഭരണകൂടം നിലവിൽ നേരിടുന്ന ഏറ്റവും വലിയ നയതന്ത്ര പ്രതിസന്ധികളിലൊന്നായിട്ട് ഇറാൻ വിഷയത്തിലെ നിലപാടുകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ലോകശക്തി എന്ന നിലയിൽ അമേരിക്ക കാത്തുസൂക്ഷിച്ചിരുന്ന ആ ഒരു നിലപാടുകളിലെ സ്ഥിരത ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെടുന്ന അവസ്ഥയിലാണ്. ഒരു വശത്ത് ഇറാനുമായിട്ട് ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെടുമ്പോഴും മറുവശത്താകട്ടെ യുദ്ധസമാനമായിട്ടുള്ള സൈനിക നീക്കങ്ങൾക്കാണ് പെൻറ്റഗൺ ഇവിടെ നേതൃത്വം നൽകുന്നത്. ഈ ഒരു വൈരുദ്ധ്യം അത് തീർച്ചയായിട്ടും അമേരിക്കയുടെ ആഗോള പ്രതിച്ഛായയെ തന്നെ കാര്യമായി ബാധിക്കുന്നുണ്ട്. വാൾസ്ട്രീറ്റ് ജേണൽ ഉൾപ്പെടെയുള്ള പ്രമുഖ മാധ്യമങ്ങളൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് തന്ത്രപ്രധാനമായിട്ടുള്ള ഹോർമുസ് കടലിടുക്ക് അടച്ചിട്ടാലും സമാധാനത്തിന് തയ്യാറാണെന്ന തരത്തിലുള്ള വിട്ടുവീഴ്ചകൾക്ക് അമേരിക്ക നിർബന്ധമാകുന്നു എന്നത് ഒരു വലിയ രാഷ്ട്രീയ മാറ്റമായി വേണം കരുതാനായിട്ട്. തന്ത്രപ്രധാനമായിട്ടുള്ള ഹോർമുസ് കടലിടുക്കിൻ്റെ കാര്യത്തിൽ അമേരിക്ക സ്വീകരിക്കുന്ന നിലപാടുകൾ അത് തികച്ചും ബാലിശമാണെന്ന വിമർശനം ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഇപ്പോൾ ഉയരുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ ഹോർമുസ് ബലം പ്രയോഗിച്ച് തുറക്കുമെന്നും അതിനായിട്ട് നാറ്റോ സഖ്യകക്ഷികളുടെയൊക്കെ തന്നെ സഹായം വേണമെന്നും ഒക്കെ തന്നെ അമേരിക്ക ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ റഷ്യയും ചൈനയും തങ്ങൾക്ക് മറ്റു തിരക്കുകളുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു നീക്കത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയായിരുന്നു. ഇതിന് പിന്നാലെ എണ്ണ ആവശ്യമുള്ളവർ തന്നെ അവിടെ പോയി എടുത്തുകൊള്ളൂ എന്നും തങ്ങൾക്ക് എണ്ണയുടെ ആവശ്യമില്ലെന്നുമുള്ള ട്രംപിൻ്റെ പ്രസ്താവനകൾ ഒരു രാഷ്ട്രത്തലവന് ചേരാത്ത നിലവാരത്തിലുള്ളതാണെന്ന നിഗമനത്തിലാണ് രാഷ്ട്രീയ നിരീക്ഷകർ. ഹോർമുസ് കടലിടുക്ക് തുറന്നില്ലെങ്കിൽ ഇറാനെ പാഠം പഠിപ്പിക്കുമെന്ന് വീരവാദം മുഴക്കിയവർ ഇപ്പോൾ നിരാശയുടെയൊക്കെ തന്നെ വക്കിലാണെന്ന് വ്യക്തമാണ്. അമേരിക്കൻ സേന ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി തങ്ങൾ യുദ്ധക്കളത്തിൽ ഒറ്റപ്പെട്ടിരിക്കുന്നു എന്നതാണ്. മുൻപ് നടന്ന 2 ഗൾഫ് യുദ്ധങ്ങളിലും ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി തുടങ്ങിയ നാറ്റോ പങ്കാളികളുടെ ശക്തമായിട്ടുള്ള സൈനിക സാന്നിധ്യം അമേരിക്കയ്ക്ക് ഒപ്പമുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് സാഹചര്യം മാറിമറിഞ്ഞിരിക്കുകയാണ്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കിയർ സ്റ്റാമർ ഉൾപ്പെടെയുള്ള യൂറോപ്യൻ നേതാക്കൾ ഈ യുദ്ധം തികച്ചും അനാവശ്യമാണെന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ്. യൂറോപ്യൻ ഉൽപ്പന്നങ്ങൾക്ക് മേൽ അമേരിക്ക ഏർപ്പെടുത്തിയ വലിയ നികുതി ഭാരങ്ങളും വ്യാപാര യുദ്ധവുമാണ് വിശ്വസ്തരായിട്ടുള്ള സഖ്യകക്ഷികളെ അമേരിക്കയിൽ നിന്നും ഇപ്പോൾ അകറ്റിയിരിക്കുന്നത്. റഷ്യയിൽ നിന്നുള്ള സംരക്ഷണത്തിന് അമേരിക്കയുടെ പിന്തുണ വേണമെന്നിരിക്കെ തന്നെ അമേരിക്കയെ പൂർണ്ണമായി വിശ്വസിക്കാനാവില്ലെന്ന ചിന്ത യൂറോപ്പിൽ ശക്തമായിട്ടുണ്ട്. ഇറാൻ എന്നത് വെറുമൊരു ചെറിയ രാജ്യമല്ലെന്നും ഫലസ്തീനിലെ ഗാസയിൽ സംഭവിച്ചതുപോലെ എളുപ്പത്തിൽ കീഴടക്കാവുന്ന ഒന്നല്ല അതെന്നും ലോകം തിരിച്ചറിയുന്നു. ഗാസയിൽ ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ ഇസ്രയേലിന് പോലും സാധിക്കാത്ത സാഹചര്യത്തിൽ ഇറാൻ്റെ സൈനിക ശേഷിയെ ആകാശത്തു നിന്ന് മാത്രം തകർക്കാം എന്ന് കരുതുന്നത് വിഡ്ഢിത്തമാണ്. കരയുദ്ധത്തിലേക്കൊക്കെ തന്നെ കാര്യങ്ങൾ കടന്നാൽ ഉണ്ടാകാവുന്ന നാശനഷ്ടങ്ങൾ അമേരിക്കയ്ക്ക് ചിന്തിക്കാവുന്നതിലും അപ്പുറമായിരിക്കും. കാരണം വലിയ ശക്തി എന്ന ഇമേജ് നിലനിർത്താനായിട്ട് പാടുപെടുന്ന അമേരിക്കയ്ക്ക് ഇറാനിൽ ഒരു ചെറിയ പരാജയം പോലും ഉണ്ടായാൽ അത് ലോകത്തിന് മുന്നിൽ വലിയ നാണക്കേടായിട്ട് മാറുകയും ചെയ്യും. സാമ്പത്തികമായിട്ട് നോക്കിയാൽ ഈ യുദ്ധം അത് അമേരിക്കയെ തളർത്തുന്ന ഒന്ന് തന്നെയാണ്. സ്റ്റോക്ക്ഹോം ഇൻ്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ റിപ്പോർട്ട് പ്രകാരം പ്രതിദിനം ഏകദേശം 8455 കോടി രൂപയാണ് ഇറാൻ ആക്രമണത്തിനായിട്ട് അമേരിക്ക ഇവിടെ ചിലവഴിക്കുന്നത്. യുദ്ധം ഒരു മാസം പിന്നിടുമ്പോൾ ആകെ ചിലവ് 2.63 ലക്ഷം കോടി രൂപയിലധികം ആയിക്കഴിഞ്ഞു. ഓരോ സെക്കൻഡിലും 9 കോടി രൂപയിലധികം ഖജനാവിൽ നിന്ന് നഷ്ടപ്പെടുന്നത് ഒരു ബിസിനസ്സുകാരൻ കൂടിയായിട്ടുള്ള ട്രംപിനെ സഹിക്കാവുന്നതിലുമൊക്കെ തന്നെ അപ്പുറമാണ്. ഇതിന് പുറമെയാണ് ഇറാൻ്റെ മിസൈൽ ആക്രമണങ്ങളിൽ തകർന്ന അമേരിക്കൻ ഡ്രോണുകളുടെയും യുദ്ധവിമാനങ്ങളുടെയും ഒക്കെ തന്നെ മൂല്യമെന്ന് പറയുന്നത്. അങ്ങനെ ഇത്രയും വലിയ ഒരു സാമ്പത്തിക ബാധ്യത അത് താങ്ങാനായിട്ട് അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് സാധിക്കില്ലെന്നത് പകൽ പോലെ വ്യക്തമാണ്. ഗൾഫ് രാജ്യങ്ങളുടെയൊക്കെ തന്നെ നിലപാടുകളും ഈ യുദ്ധത്തിലേറെ നിർണായകമാണ്. പുറമെ അമേരിക്കയെ പിന്തുണയ്ക്കുന്നുവെന്ന് തോന്നിപ്പിക്കുമ്പോഴും തങ്ങളുടെ മണ്ണിൽ നിന്ന് അമേരിക്കയ്ക്ക് യുദ്ധം ചെയ്യാനായിട്ട് അനുവാദം നൽകുന്നതിലെ അപകടം തീർച്ചയായിട്ടും ഗൾഫ് രാജ്യങ്ങളൊക്കെ തന്നെ തിരിച്ചറിയുന്നുണ്ട്. അമേരിക്കയ്ക്ക് താവളം ഒരുക്കിയത് കൊണ്ടാണ് ഇറാൻ തങ്ങളെ ലക്ഷ്യം വെക്കുന്നത് എന്ന തിരിച്ചറിവ് സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്കുണ്ട്. ഇറാൻ്റെ ഭീഷണി അവസാനിക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും മേഖലയിൽ ഒരു വലിയ സർവനാശം ഉണ്ടാകുന്നത് തങ്ങളുടെ സമ്പദ് വ്യവസ്ഥയെ തന്നെ അടിസ്ഥാന സൗകര്യങ്ങളെയൊക്കെ തന്നെ തകർക്കുമെന്ന് അവർക്ക് നന്നായി അറിയാം. സ്റ്റീൽ പ്ലാന്റുകളും അതോടൊപ്പം തന്നെ ഡിസലേഷൻ പ്ലാന്റുകളുമൊക്കെ തന്നെ ആക്രമിക്കപ്പെട്ടാൽ ഗൾഫ് മേഖലയ്ക്ക് അത് വലിയ തിരിച്ചടിയാകും. യുദ്ധം അവസാനിപ്പിക്കുന്ന തങ്ങളുടെ നിബന്ധനകൾക്ക് അനുസരിച്ചായിരിക്കും എന്ന ഇറാൻ്റെ പ്രഖ്യാപനം അമേരിക്കയെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. തങ്ങൾക്കേറ്റ നാശനഷ്ടങ്ങൾ പരിഹരിക്കാൻ വർഷങ്ങളെടുക്കുമെങ്കിലും കീഴടങ്ങാനായിട്ട് തയ്യാറല്ലെന്ന ഇറാൻ്റെ വാശി ശ്രദ്ധേയമാണ്. അമേരിക്കയുടെ പിൻവാങ്ങൽ മാത്രമാണ് ഏക പരിഹാരമെന്ന് ഇറാൻ വിശ്വസിക്കുന്നു. ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള കപ്പൽ ഗതാഗതം അവിടെ എണ്ണയുമായിട്ട് പുറത്തേക്ക് പോകാൻ സാധിക്കുകയും ഉപരോധങ്ങൾ നീങ്ങുകയും ചെയ്താൽ മാത്രമേ സമാധാനം ഉണ്ടാകൂ എന്നതും മാത്രമല്ല, യുദ്ധം തുടങ്ങിയത് അമേരിക്ക ആയതുകൊണ്ട് തന്നെ അത് അവസാനിപ്പിക്കേണ്ട ഉത്തരവാദിത്വം ഇപ്പോൾ അവർക്ക് തന്നെയാണ് എന്നാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ പോലും ഇപ്പോൾ വിലയിരുത്തുന്നത്. അമേരിക്കൻ പാർലമെൻറ്റിൻ്റെ നിലപാടും ട്രംപിന് വലിയ തലവേദനയാണ്. അതായത് സൈനിക ചെലവുകൾക്കായിട്ട്
$970 ബില്യൺ നിന്ന് $1.4 ട്രില്യൺ പ്രതിരോധ ബജറ്റ് ഉയർത്താൻ ട്രംപ് ആവശ്യപ്പെടുമ്പോൾ ജനപ്രതിനിധികൾ ഇതിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ച് ചോദ്യമുന്നയിക്കും. ഒരു തുണ്ട് ഭൂമി പോലും പിടിച്ചെടുക്കാൻ കഴിയാത്ത ആൾനാശവും ധനനഷ്ടവും മാത്രം ഉണ്ടാക്കുന്ന ഈ യുദ്ധത്തിന് പണം അനുവദിക്കാനായിട്ട് പാർലമെൻറ്റ് ഇവിടെ വിമുഖത കാട്ടാനായിട്ട് സാധ്യതയുണ്ട്. പണം തന്നെയാണ് ഇവിടെ ഏറ്റവും വലിയ വിഷയമെന്ന് പറയുന്നത്. കാരണം അമേരിക്കൻ ജനതയുടെ നികുതി പണം ഈ യുദ്ധത്തിനായിട്ട് ചിലവഴിക്കുന്നതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ ഉയരുന്നത്. ഇറാൻ്റെ കരുത്ത് അവരുടെ പ്രകൃതി വിഭവങ്ങളാണ്. ലോകത്തിലെ എണ്ണ നിക്ഷേപത്തിൽ 3-ാം സ്ഥാനത്തുള്ള ഇറാൻ തങ്ങളുടെ ഓയിൽ ഇൻഫ്രാസ്ട്രക്ചർ തകർക്കപ്പെട്ടാലും അത് പുനർനിർമ്മിക്കാനുള്ള ശേഷിയുണ്ടെന്ന് അവകാശപ്പെടുന്നു. എണ്ണ പുറം ലോകത്തേക്ക് വിൽക്കാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാമെന്ന് അവർക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെ ഏതൊരു പ്രഹരമേൽക്കാനും തയ്യാറായി തന്നെ അവർ ഈ യുദ്ധക്കളത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. ഈ ദൃഢനിശ്ചയമാണ് ആധുനിക ആയുധങ്ങളുള്ള അമേരിക്കൻ സൈന്യത്തെ പോലും ഇവിടെ കുഴപ്പിക്കുന്നത്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഈ യുദ്ധം അത് തങ്ങളുടെ നിലനിൽപ്പിൻ്റെ തന്നെ ഒരു ഭാഗമാണ്. ഇറാനെ പരമാവധി ദുർബലപ്പെടുത്തുക എന്നത് അവരുടെ ഒരു സ്വാർത്ഥ താല്പര്യമാണ്. എന്നാൽ ഇസ്രായേലിൻ്റെ ഈ താല്പര്യം സംരക്ഷിക്കാനായിട്ട് ഇറങ്ങുന്ന അമേരിക്കയ്ക്ക് ലഭിക്കുന്നതാകട്ടെ നഷ്ടങ്ങൾ മാത്രമാണ്. മധ്യപൂർവ്വദേശത്ത് സമാധാനം ഉണ്ടാകണമെങ്കിൽ ഇറാനും ഇസ്രായേലും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇവിടെ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകണം. അനാവശ്യമായിട്ടുള്ള കടന്നുകയറ്റങ്ങളൊക്കെ തന്നെ അവസാനിപ്പിച്ചുകൊണ്ട് ഓരോ രാജ്യത്തിൻ്റെയും പരമാധികാരത്തെ ബഹുമാനിക്കുന്ന ഒരു നയം അവിടെ തീർച്ചയായിട്ടും രൂപപ്പെടേണ്ടതുണ്ട്. ഹോർമസ് കടലിടുക്കിന് നിയന്ത്രണം നഷ്ടപ്പെടുന്നത് തീർച്ചയായിട്ടും ആഗോള എണ്ണ വിപണിയെ തന്നെ ഇവിടെ സാരമായിട്ട് ബാധിച്ചിട്ടുണ്ട്. വിപണിയിൽ എണ്ണവില വർദ്ധിക്കുമ്പോൾ അമേരിക്ക അത് തങ്ങൾക്ക് ലാഭമാണെന്ന് വാദിക്കുന്നുണ്ടെങ്കിലും ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ അത് വലിയ രീതിയിലുള്ള വിലക്കയറ്റത്തിന് കാരണമാകുന്നുണ്ട്. ഉപഭോക്താക്കൾ തങ്ങളുടെ പക്കൽ വന്ന് എണ്ണ വാങ്ങിക്കോളൂവെന്ന അമേരിക്കൻ പ്രസിഡന്റ് നിലപാട് മറ്റു രാജ്യങ്ങൾക്കിടയിൽ വലിയ അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് അന്താരാഷ്ട്ര സഹകരണമൊക്കെ തന്നെ കുറയ്ക്കുന്നതിലേക്കും അമേരിക്കയെ കൂടുതൽ ഒറ്റപ്പെടുന്നതിലേക്കുമൊക്കെ തന്നെ ഇപ്പോൾ നയിച്ചു. അമേരിക്കൻ സൈനികരുടെ ജീവഹാനി ഒഴിവാക്കാൻ ട്രംപ് ഇപ്പോൾ ആകാശ യുദ്ധത്തിന് തന്നെ മുൻഗണന നൽകുകയാണ്. എന്നാൽ ഇത് യുദ്ധത്തെ അനന്തമായിട്ട് നീട്ടിക്കൊണ്ടു പോവുകയുള്ളൂ. കരയുദ്ധത്തിലേക്ക് കടന്നാൽ ടാങ്കുകളും കവചിത വാഹനങ്ങളും മനുഷ്യശക്തിയും വലിയ തോതിൽ ഉപയോഗിക്കേണ്ടി വരും. ഇത് അമേരിക്കൻ സൈനികരുടെയൊക്കെ തന്നെ മൃതദേഹങ്ങൾ തിരികെ നാട്ടിലെത്തുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെ നയിക്കും. അത് ട്രംപിൻ്റെ രാഷ്ട്രീയ ഭാവിക്ക് തന്നെ ഭീഷണിയായി മാറും. അതുകൊണ്ട് തന്നെയാണ് വളരെ വാശിയോടെ നിൽക്കുമ്പോഴും തന്ത്രപരമായിട്ടുള്ള പിന്മാറ്റത്തിന് അദ്ദേഹം വഴിയൊരുക്കുന്നത്. ഇവിടെ ഇറാൻ്റെ തന്ത്രം അത് വളരെ ലളിതമാണ്. അത് മറ്റൊന്നുമല്ല, യുദ്ധം നീട്ടിക്കൊണ്ടു പോകുക, അമേരിക്കയെ സാമ്പത്തികമായിട്ട് തകർക്കുക എന്നതൊരു യുദ്ധതന്ത്രമായി തന്നെ ഇവിടെ ഇറാൻ ഉപയോഗിക്കുകയാണ്. അമേരിക്ക ഓരോ മിനിറ്റിലും കോടികൾ ചിലവഴിക്കുമ്പോൾ ഇറാൻ തങ്ങളുടെ ആത്മവിശ്വാസത്തെ ആയുധമാക്കിക്കൊണ്ട് ഇവിടെ പ്രതിരോധം തീർക്കുകയാണ്. ഫലസ്തീൻ വിഷയത്തിൽ പരിഹാരം കാണാതെ ഇറാൻ സംഘർഷം അവസാനിപ്പിക്കാൻ തയ്യാറാവില്ല. ഫലസ്തീൻ വിഷയത്തിൽ പരിഹാരം കാണാതെ ഇറാൻ സംഘർഷം അവസാനിപ്പിക്കാൻ തയ്യാറാവില്ല. ഇത് മേഖലയെ ആകെ ഒരു അഗ്നിപർവ്വതത്തിന് മുകളിൽ ഇപ്പോൾ നിർത്തിയിരിക്കുകയാണ്. യൂറോപ്യൻ രാജ്യങ്ങളാകട്ടെ ഈ സംഘർഷത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് അത് ഭാവിയിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമായി മാറും. അമേരിക്കയ്ക്ക് പുറമെയായിട്ട് റഷ്യയുമായിട്ടും ചൈനയുമായും പുതിയ ബന്ധങ്ങളൊക്കെ തന്നെ സ്ഥാപിക്കാൻ യൂറോപ്പ് നിർബന്ധിതമാകും. അമേരിക്ക ഫസ്റ്റ് നയം മറ്റു രാജ്യങ്ങളെ തങ്ങളുടെ സ്വന്തം താല്പര്യങ്ങൾ മാത്രം നോക്കാൻ പ്രേരിപ്പിക്കും. ഇത് ലോകത്തെ ഏകധ്രുവ ക്രമത്തിൽ നിന്നും ബഹുധ്രുവ ക്രമത്തിലേക്ക് വേഗത്തിൽ നയിക്കുകയാണ്. ചുരുക്കത്തിൽ മധ്യപൂർവ്വദേശത്ത് ഇപ്പോൾ നടക്കുന്നത് കേവലം ഒരു യുദ്ധമല്ല, മറിച്ച് ആഗോള രാഷ്ട്രീയ ശക്തികളുടെയൊക്കെ തന്നെ ബലാബല പരീക്ഷണം തന്നെയാണ്. ശാശ്വതമായിട്ടുള്ള പരിഹാരങ്ങൾ കണ്ടെത്താതെ ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കുന്ന രീതിയാണ് ഇവിടെ അമേരിക്ക പിന്തുടരുന്നത്. സ്വതന്ത്രമായിട്ടുള്ള ഫലസ്തീൻ രാഷ്ട്രം രൂപീകരിക്കുകയും മറ്റു രാജ്യങ്ങളുടെ പരമാധികാരത്തെ മാനിക്കുകയും ചെയ്യുന്ന ഒരു സമഗ്ര കരാറിലൂടെ മാത്രമേ ഈ പ്രതിസന്ധിക്ക് അറുതി വരുത്താനായിട്ട് സാധിക്കുകയുള്ളൂ. അമേരിക്കയുടെ നിലപാട് മാറ്റങ്ങൾ അത് ഒരു വലിയ പിന്മാറ്റത്തിൻ്റെ സൂചനയാണോ എന്ന് വരും ദിവസങ്ങളിൽ വ്യക്തമാകുന്നതായിരിക്കും.